ജമ്മുവിലെ പത്നി ടോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. വികാസങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നിട്ട് നമ്മളൊരു അടിപൊളി ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഹോട്ടൽ ആൽഫൈൻ. ഓൾസോ ഓൺ ദി ടോപ്പ്, ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ ഫുൾ പൈൻ മരങ്ങളും ഫുള്ള് സ്വെറ്റർ, ഗ്ലൗസ്, സോക്സ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഹീറ്റർ ഇട്ടാണ് എല്ലാവരും കുളിച്ച് സെറ്റായി. പിന്നെ ഇവിടെ ഫുൾ പൈൻ മരങ്ങളും പിന്നെ മഞ്ഞ കളറുള്ള. ഇന്നലെ രാത്രി വന്നപ്പോ നല്ല ഡാർക്ക് ആയിരുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെ മനസ്സിലാവും നമ്മള് എത്ര ടോപ്പിലാ പോണത്. പക്ഷെ ഒന്നും കാണാൻ തന്നെ ഞങ്ങള് പറഞ്ഞു രാവിലെ അടിപൊളിയായിരിക്കും കാണാനെന്ന്. അടിപൊളിയാണ് സംഭവങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതിന്റെ വ്യൂസ് നമ്മൾ കാണുന്നതായിരിക്കും. പിന്നെ പത്നി ടോപ്പിലുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ പപ്പയുടെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാവും. ഒരു സൻസാർ ലേക്കിൽ പോയിട്ട് അവിടെ മിനി ഗുൽമർഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഗുൽമർഗ് എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് ഐസ് വരുന്ന സ്ഥലമാണ്. ഇവിടെ അതേപോലെ തന്നെ മിനി ഗുൽമർഗ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയും അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ സൻസാർ ലേക്കും പപ്പയുടെ കുക്കിങ്ങും പിന്നെ ഇവിടെ പത്നി ടോപ്പിലെ വ്യൂസും ഒക്കെ ആയിട്ടായിരിക്കും ഇന്നത്തെ വ്ളോഗ്. So without further, let's get into the video. ഞങ്ങൾ ഇവിടുന്ന് ഒരു ലേക്കിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഹോട്ടൽ അൽഫൈൻ. കഷ്ടപ്പെട്ട് റോട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വണ്ടി കഴുകാട്ടാ. ഇപ്പൊ നമ്മൾ ഇനി ലേക്കിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റാണ് ഇനി കാണിക്കണേ. അപ്പൊ നമ്മള് ലേക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് സനാസർ ലേക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും ദൂരം നമ്മള് ഫുള്ള് ഇങ്ങനെ കറങ്ങിയിട്ട് വേണം താഴെ എത്താനായിട്ട്. 1 മണിക്കൂർ എടുക്കും നടന്നെത്തുമ്പോൾ. അപ്പൊ ഇവിടെ നമുക്ക് ഹോഴ്സ് റൈഡ് ഉണ്ട്. എത്ര പറഞ്ഞപ്പോ 450 റുപ്പീസ് ആണ്. എത്ര ഒരാൾക്ക് 450 റുപ്പീസ് ആണ്. അവര് ഇവിടെ ഫുള്ള് കറക്കി കൊണ്ടുവരും. ഇവിടെ ഒരു മന്ദിറുണ്ട്, പിന്നെ ഗോൾഫ് എന്തുണ്ട്, അതുപോലെ ലേക്കിൽ കൊണ്ടുപോകും. പിന്നെ ഇവിടെ കുറേ പൂക്കളുണ്ട്, നല്ല ഗ്രീനറി ആണ്. പിന്നെ താഴെ ലേക്കിൽ നമുക്ക് ട്രാംപോലിൻ വഗേര സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ടൂറിസ്റ്റിന് പറ്റിയൊരു സ്പോട്ടാണ്. നമുക്ക് ടൈമില്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ശ്രീനഗർ എത്രയും പെട്ടെന്ന് എത്തണം. അങ്ങനെ 5.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക്. നമുക്ക് അവിടെ 7 മണിക്ക് മുന്നേ എത്തണം എന്ന് പറഞ്ഞാൽ. കാരണം അത്രയും പിന്നെ ട്രാഫിക് ജാം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. സോ നമ്മൾ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റും അത്രയും പെട്ടെന്ന് പോവാണ്. പിന്നെ ഇപ്പോൾ മഴയും പെയ്തു തുടങ്ങി, നല്ല തണുപ്പുണ്ട്. അപ്പം ഞങ്ങൾ വേഗം വിടുകയാണ്. അപ്പോൾ കണ്ടില്ലേ കഴുതപ്പുറത്ത് ഇഷ്ടിക കൊണ്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇവറ്റങ്ങളെ കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ചുമടെടുപ്പിക്കുന്നത്. കണ്ടാ
കാഴ്ച കണ്ടു. ഇവര് ഈ കത്തി കൊണ്ട് ഈ ആടിനൊക്കെ കൊന്ന് നല്ല ലെവലാക്കിയിട്ടുണ്ട്, ഉണക്കിയിട്ടുണ്ട്. ഈ ഇതായിരുന്നു ചെമ്മരിയാടാണ് ബക്രാതേക്ക, അടിപൊളി ആടായിരുന്നു. അപ്പോൾ അതിനൊന്നും അവർ കാച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരത് വെക്കണില്ല. ഇന്ന് അവർ അത് ചാക്കിന്മേ ഡാൽക്കാണ്. അപ്പോൾ ആള് ഞങ്ങൾക്ക് ഒരു കരൾ തന്നിട്ടുണ്ട്. ആള് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ, ഇത് കൊണ്ടുപോയിട്ട് ഭക്ഷണം പാചകം ചെയ്തോ. ഒന്നും മേടിച്ചില്ല ആള്. അപ്പോൾ ഇന്ന് രാത്രി വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മേടിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മൾ കസറോള് ഒരെണ്ണം മേടിക്കുന്നുണ്ട്. ഇത് ബീഫിലേക്ക് ഇടാൻ പറ്റുന്ന പറയണത് നമ്മുടെ സ്പെഷ്യൽ गाड़ी कसरोट ना, गाड़ी कसरोट. ये थोड़ा थोड़ा छोटा पीस करके डाल सकते हैं. टेस्टी है ना? അപ്പോൾ ഇവിടെ 84 രൂപയാണ് ഡീസല്. നമ്മുടെ പത്നി ടോപ്പിന്റെ മുകളിലുള്ള ഒരു പെട്രോൾ പമ്പാണ്. अच्छा ये बकरी को उधर चलाते हैं. अच्छा तो कितना घंटा लगेगा इधर से चल के जाने में? इधर से 2-3 दिन लगेगा. 2-3 दिन लगेगा. 3 ദിവസം എടുത്തിട്ട് ഇവർ ശ്രീനഗറിലേക്ക് പോകുന്ന പറയണത്. അപ്പോൾ ശ്രീനഗറിൽ പോയിട്ട് ഇവര് बकरी को बेचते. अच्छा वही काम करते. आपका खाली बकरी और घोड़ा और कुत्ता भी होएगा. कितना कुत्ता है? 2 പട്ടികളുണ്ട്. घोड़ा कितना? 10 घोड़ा है. और बकरी है 400 ബക്രി. 400 ബക്രിയുടെ ഉടമസ്ഥനാണ് ഇരിക്കുന്നത്. കണ്ടാ തോന്നുന്നു അയ്യോ बकरी किधर है अभी? पीछे ऐसे क्या है? मतलब आदमी लोग कितने हैं? आप लोग कितना आदमी लोग होएगा टोटल? घर में इधर आपका परिवार में 8 आदमी. बकरी को किधर से लेके आते हैं? रामनगर से. तो यही काम है, हम रामनगर से लेके आके श्रीनगर तक पहुँचाते हैं और भिजवाते हैं. फायदे चलते तो खाना पकाना ये सब इधर बनाएगा और टेंट लगाएगा. कुछ बारिश वगैरह तो बर्फ का टाइम में क्या करेगा? बर्फ का टाइम में टेंट उधर जाता है, उधर मकान होता है. हाँ उधर बनाते हैं. छोटू का नाम क्या है? नाम क्या है तुम्हारा? आशवी. हो जाएगा. പിടിക്ക് വേഗം. ഉണ്ടി പിടിച്ചു. ഉണ്ടി നോക്കി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പറയാണ് ശ്രീനഗറിലേക്ക്. എന്തായാലും അടിപൊളി കാലാവസ്ഥ, അടിപൊളി സംഭവങ്ങൾ. ഇങ്ങനത്തെ പറയാണ് പറഞ്ഞോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതിവിടെ വാല്യുബിൾ കമന്റ്സ് കമന്റ് ബോക്സ് ആയിരിക്കും. അതുകൂടാണ്ട് നാളത്തെ വീഡിയോസ് കണ്ടുകൊണ്ട് അപ്പുറത്തെ വീഡിയോസ് ആയിരിക്കും ശ്രീനഗർ. So, signing up from this episode of Lishan. നിങ്ങൾക്ക് സന്തോഷം.